നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. എന്താണ് ക്യാൻസർ? എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? എന്തെല്ലാം ട്രീറ്റ്മെൻറ്റിലൂടെ ക്യാൻസർ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള പലതരം അറിവുകൾ പകർന്നു തരുവാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കിൻസ് ഹെൽത്ത് ക്യാൻസർ സെൻറ്ററിലെ റേഡിയേഷൻ ഓൺകോളജിസ്റ്റായ ഡോക്ടർ ജോൺ സെബാസ്റ്റ്യൻ MG സാറാണ്. നമസ്കാരം ഡോക്ടർ. ക്യാൻസർ രോഗം വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതൊരു വലിയൊരു ചോദ്യമാണ്. ക്യാൻസർ രോഗം വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജനറൽ പോപ്പുലേഷനിൽ പുരുഷന്മാരിലാണെങ്കിൽ 7 ഒരാൾക്കും സ്ത്രീകളിലാണെങ്കിൽ 8 മുതൽ 9 പേരിൽ ഒരാൾക്കും ക്യാൻസർ വന്നിരിക്കും. ഇനി അതിൻ്റെ കാരണം, നമുക്കെല്ലാവർക്കും ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അതിന് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ക്യാൻസർ വന്നിരിക്കും. ലൈക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഒന്ന് പുകവലി, പുകയിലയുടെ ഉപയോഗം, മദ്യപാനം, അമിതവണ്ണം, വ്യായാമം ഇല്ലായ്മ, പൊണ്ണത്തടി, എക്സർസൈസ് ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു 30% ക്യാൻസറുകളെങ്കിലും വരുന്നത് ജനറ്റിക്, അതായത് പാരമ്പര്യമായിട്ട് അത് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത ഉള്ള മനുഷ്യരിൽ ക്യാൻസർ വരാം. ഇതൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയ വില്ലനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സാധനം പുകവലിയും പുകയിലയുടെ ഉപയോഗവും തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പം ഓരോ സ്ഥലത്ത് വരുന്ന ക്യാൻസറിനും ഓരോ രീതിയിലായിരിക്കും സിംറ്റംസ് വരുന്നത്. ഉദാഹരണം, ഒരു ബ്രെയിൻ ട്യൂമർ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഫിറ്റ്സ് അല്ലെ ജെന്നി ആയിട്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അത് തലവേദനയായിട്ടോ ഓർമ്മക്കുറവായിട്ടോ പക്ഷാഘാതമായിട്ടോ ഒക്കെ ആയിട്ടായിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്. വായിലുള്ള ട്യൂമറാണ് പ്രസൻറ്റ് ചെയ്യുന്ന വായിലൊരു ഗ്രോത്തോ, തൊണ്ടയിലുള്ളതാണെങ്കിൽ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടോ അല്ലെ ശബ്ദത്തിൽ വരുന്ന ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലുമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ശ്വാസകോശ രോഗങ്ങളാണെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ചുമയോ അല്ലെ രക്തം ഛർദ്ദിക്കുകയോ കഫത്തിൽ രക്തം വരികയോ അങ്ങനെ ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലുമായിട്ടായിരിക്കും. സ്ഥാനാർബുദമാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ക്യാൻസർ. ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ പുരുഷന്മാരിലും സ്ത്രീകളിലൂടെ കമ്പൈൻ ചെയ്താലും സ്ഥാനാർബുദമാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ ലംബിൻ ബ്രസ്റ്റ്, അതായത് മാറിടത്തിൽ മുഴ വരുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം. ഉദര സംബന്ധപ്പെട്ട അർബുദങ്ങൾ വരാനുള്ള ഏറ്റവും സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വയറുവേദനയാകാം, കോൺസ്റ്റിപ്പേഷൻ മലബന്ധമാകാം, പിന്നെ ഗൈനക്കോളജിക്കൽ ക്യാൻസർ ആണെങ്കിൽ ബ്ലീഡിങ് ആകാം. ഓക്കെ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടാകാം. അല്ല ശരീരത്തിൻ്റെ എവിടെയെങ്കിലും തടിപ്പോ മുഴകളോ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പനിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാൻസർ സസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്യാൻസറിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് സ്റ്റേജസ്? ക്യാൻസർ നമ്മൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വരുന്ന ക്യാൻസർ ആണെങ്കിലും പൊതുവായിട്ട് 4 സ്റ്റേജായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്. അത് AJCCയുടെ TNM സ്റ്റേജിങ് എന്ന് പറയും. 4 സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സ്റ്റേജ് 1, 2, 3, 4. എന്തിനാണ് സ്റ്റേജിങ് ബേസിക്കലി ക്യാൻസർ വരുന്ന ഒരു രോഗി നമ്മുടെ അടുത്ത് ചോദിക്കുക, ഏത് സ്റ്റേജിലാണ് ഡോക്ടറെ അസുഖം എന്ന് ചോദിക്കാറുണ്ട്. സ്റ്റേജിങ് എന്തിനാണ്? സ്റ്റേജിങ് ബേസിക്കലി ഒരു ഡോക്ടറിന് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി സ്റ്റേജിങ് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, പല രാജ്യങ്ങളിൽ പല രീതിയിൽ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാൻസറിന് ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ആൾക്ക് 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിസർച്ച് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, പ്രോഗ്നോസിസ്. അതായത് ഒരു അസുഖം പർട്ടിക്കുലർ സ്റ്റേജിലുള്ള അസുഖം, ഇപ്പോൾ 1ാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസറിനേക്കാളും കുറച്ചുകൂടെ പ്രോഗ്നോസിസ് കുറവായിരിക്കും 2, 3, 4 സ്റ്റേജിലുള്ള ക്യാൻസറുകൾ. ഇനി സ്റ്റേജ് എന്താണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ആദ്യം ക്യാൻസർ രോഗം വന്നത് അങ്ങോട്ടേക്ക് മാത്രമാണ് അസുഖം ഉള്ളതെങ്കിൽ ജനറലായിട്ട് അതിനെ സ്റ്റേജ് 1 എന്ന് പറയുന്നു. സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ആദ്യം ക്യാൻസർ വന്നത് അവിടെയും
അതിനടുത്തുള്ള റീജിയണൽ ലിംഫ് നോഡ് അഥവാ കഴലുകളിലേക്ക് മാത്രം പടർന്ന ക്യാൻസറിനെ സ്റ്റേജ് 2 അല്ലെങ്കിൽ സ്റ്റേജ് 3 ക്യാൻസർ എന്ന് വിളിക്കുന്നു. വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് സ്പ്രെഡായിട്ടുള്ള ക്യാൻസറിനെ സ്റ്റേജ് 4 ക്യാൻസർ അല്ല മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്ന് പറയുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആൾക്കാരുടെ സർവൈവൽ അനുസരിച്ചാണ് നമ്മൾ ഈ സ്റ്റേജിങ് പറയുന്നത്. ഇപ്പം തൈറോയിഡിൽ വരുന്ന അനപ്ലാസ്റ്റിക് കാർസിനോമ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് അത് തുടങ്ങുന്നത് തന്നെ സ്റ്റേജ് 4 ആയിട്ടാണ്. അതിനർത്ഥം അതിന് സ്റ്റേജ് 1, 2, 3 ഇല്ല, തുടങ്ങുന്നത് തന്നെ സ്റ്റേജ് 4. അതിൻ്റെ പ്രോഗ്നോസിസ് മോശമാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി ജേം സെൽ ട്യൂമർ സെമിനോമ എന്ന് പറയുന്ന അസുഖത്തിന് സ്റ്റേജ് 3 വരെ ഉള്ളൂ. കാരണം അത് എത്ര അഡ്വാൻസ് ആയാലും അതൊരു പരിധിക്ക് മേളിൽ അഡ്വാൻസ് ആകില്ല, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റേജിങ്ങിൻ്റെ ഒരു ഐഡിയ, സ്റ്റേജിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ. ഡോക്ടർ, ക്യാൻസർ ഗ്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡ് എന്ന് പറയുമ്പോൾ, ഒരു ക്യാൻസറിൻ്റെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ, ഒരു ക്യാൻസർ എത്ര ഫാസ്റ്റായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്, അതായത് ക്യാൻസർ സെല്ലുകൾ എത്ര ഫാസ്റ്റായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ വളരുന്ന ക്യാൻസർ, ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ അല്പം കൂടെ സ്പീഡിൽ വളരുന്ന, ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ പടരുന്ന ക്യാൻസർ എന്നുള്ള രീതിയിൽ അത് സെൽസ് എത്ര സ്പീഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിലാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രേഡ് 3 അതിനെ തന്നെ നമ്മൾ വെൽ ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1, മോഡറേറ്റ്ലി ഡിഫറൻഷ്യേറ്റഡ് ഗ്രേഡ് 2, പുവർലി ഡിഫറൻഷ്യേറ്റഡ് ഗ്രേഡ് 3 അങ്ങനെ പറയാറുണ്ട്. ഇതുകൂടാതെ ബ്രെയിൻ ട്യൂമറുകളിൽ നമുക്ക് 4 ഗ്രേഡിലാണ് ക്യാൻസറുകൾ ഡിവൈഡ് ചെയ്യുന്നത്. അവിടെ ഈ മുമ്പേ പറഞ്ഞ സ്റ്റേജിങ്ങോ TNM സ്റ്റേജിങ് ഇല്ല, അത് ഗ്രേഡിൻ്റെ ബേസിസിലാണ്. അതും ഇങ്ങനെ തന്നെയാണ്, സെല്ലുകൾ എത്ര വേഗം എന്നാണ് വളരുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ അനുസരിച്ചാണ് നമ്മൾ ഗ്രേഡ് പറയുന്നത്. അവിടെ ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ 4 ഗ്രേഡിങ്ങിൽ. ഈ ജനറ്റിക്കലി ക്യാൻസർ ഒരാൾക്ക് ഉണ്ടാകുമോ? ജനറ്റിക്കായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ളവർക്ക് ജനറ്റിക്കായിട്ട് വരുന്ന ക്യാൻസർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഫാമിലി ഹിസ്റ്ററി ചോദിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം വരുന്ന ഒരു രോഗിയുടെ അടുത്ത് പൊതുവേ നമ്മൾ ചോദിക്കും, വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ അസുഖം ഉണ്ടായിരുന്നോ? അത് ഫാദറിൻ്റെ സൈഡിൽ നിന്നാകാം, മദറിൻ്റെ സൈഡിൽ നിന്നാകാം, ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാൻസറിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് നമ്മളതിനെ ഹെറിഡിറ്ററി ക്യാൻസർ ജീൻ പാനലെല്ലാം ചെയ്ത് അത് ഇന്നയാൾക്കും അതുകൊണ്ടാണോ വന്നത്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സിന് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ശരീരത്തിലുള്ള പല ക്യാൻസറുകൾ, ബ്രസ്റ്റ് ക്യാൻസർ ആകട്ടെ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആകട്ടെ, പാൻക്രിയാറ്റിക് ക്യാൻസർ ആകട്ടെ, ഇതിനെല്ലാം ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്. എന്നാൽ എല്ലാ ക്യാൻസറുകളും ജനറ്റിക്കായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഏകദേശം ഒരു 20% അല്ലെ 30% എന്ന് പറയാം ജനറ്റിക്കായിട്ട് വരുന്ന ക്യാൻസറുകൾ. ഒരാളിൽ തന്നെ 2 or 3 ക്യാൻസറുകൾ വരുന്നു, ഒരാൾക്ക് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു, ഓവേറിയൻ ക്യാൻസർ വരുന്നു. അപ്പോൾ നമ്മുടെ ആൻറ്റിന ഉയരും. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഹെറിഡിറ്ററി ജീൻ പാനൽ നമ്മൾ നോക്കി എന്തെങ്കിലും ഒരു ജനറ്റിക് റിസ്ക് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം 1 or 2 ക്യാൻസറുകൾ വന്നത് എന്ന് അനുമാനിക്കാം. ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ചൊരു വാക്ക് പറയാം. പ്രധാനമായിട്ടും ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റിന് 3 തൂണുകളാണുള്ളത്. 1 സർജറി, 2 സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ്, 3 റേഡിയേഷൻ. സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പി വരാം, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വരാം, ഇമ്മ്യൂണോതെറാപ്പി വരാം, ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ് വരാം. ഇതെല്ലാം സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് അകത്ത് വരുന്നതാണ്. സർജറി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇനിയും സൈഡ് എഫക്റ്റ് പാർശ്വഫലങ്ങളെക്കുറിച്ച് പറയാം. സർജറി എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാ സർജറികൾക്കും ഉള്ളതുപോലെയുള്ള അനസ്തേഷ്യ റിലേറ്റഡ് ആയിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാറുകയാണ് ശരീരത്തു നിന്ന്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ, പാർശ്വഫലങ്ങൾ വരാം. റേഡിയേഷൻ, ഞാനൊരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റാണ്. റേഡിയേഷൻ റിലേറ്റഡ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണോ റേഡിയേഷൻ കൊടുക്കുന്നത് അതനുസരിച്ചാണ് സൈഡ് എഫക്റ്റുകൾ വരുന്നത്. ചർമ്മം കറുത്ത കളറിലാകാം, തലയ്ക്ക് റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ മുടി പൊഴിച്ചിലുണ്ടാകും, വയറിനാണ് കൊടുക്കുന്നതെങ്കിൽ ലൂസ് മോഷൻസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ വരാം. ഇതൊക്കെയാണ് പൊതുവേ റേഡിയേഷൻ റിലേറ്റഡ് സൈഡ് എഫക്റ്റ്. കീമോതെറപ്പിക്ക് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്. കീമോതെറപ്പിയുടെ ഏറ്റവും മെയിൻ സൈഡ് എഫക്റ്റുകളിലൊന്നാണ് കൗണ്ടുകൾ, നമ്മൾ പറയുന്ന WBC കൗണ്ടുകൾ കുറയുന്നത്. അതാണ് 1 of the മെയിൻ സൈഡ് എഫക്റ്റ്.
കൗണ്ടുകൾ കുറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WBC കൗണ്ടാണ് നമ്മുടെ പ്രതിരോധ ശേഷി നിശ്ചയിക്കുന്നത്. അപ്പോൾ കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് പനി വരാനും ആ പനി മൂർച്ഛിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇതിനെ നമ്മൾ ഫിബ്രൈൽ ന്യൂട്രോപ്പീനിയ എന്നൊക്കെ മെഡിക്കൽ ടേംസിൽ പറയാറുണ്ട്. അതുകൂടാതെ വോമിറ്റിംഗ്, മുടി കൊഴിച്ചിൽ, ഇതൊന്നും എല്ലാ ക്യാൻസർ ഡ്രഗ്സിനും എല്ലാ കീമോതെറപ്പികൾക്കും വരില്ല. ഫിബ്രൈൽ ന്യൂട്രോപ്പീനിയ ഒന്നും എല്ലാ ക്യാൻസർ കീമോതെറപ്പി റെജിമുകൾക്കും വരില്ല. ബട്ട് ചിലതിനൊക്കെ വരും. ഇതിനെല്ലാം പ്രതിവിധികളുണ്ട്. മുടി പോയാലും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു പോയ മുടിയെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. ആ മുടി ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. പിന്നെ വോമിറ്റിങ്, വിശപ്പില്ലായ്മ, ലൂസ് മോഷൻ, വായിൽ പുണ്ണ് വരിക, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഓഫ് സൈഡ് എഫക്റ്റുകൾ തന്നെയുണ്ട്. അതൊന്നും പക്ഷേ എല്ലാവർക്കും വരണം എന്ന് നിർബന്ധമില്ല. പല ആൾക്കാരും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ടോളറബിളായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രം കിട്ടി സക്സസ്ഫുള്ളായിട്ട് ഫുൾ കോഴ്സ് കീമോതെറപ്പി കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പം സൈഡ് എഫക്റ്റുകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിനും നമ്മളെപ്പോഴും കേൾക്കുന്ന പോലെ എഫക്റ്റുള്ള ഒരു കാര്യത്തിനേ സൈഡ് എഫക്റ്റ് ഉള്ളൂ. ഇപ്പോൾ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഒരു പർട്ടിക്കുലർ കീമോതെറപ്പി കൊടുത്തു, അലോപേഷ്യയിലെ മുടി പൊഴിച്ചിൽ ഉണ്ടാകാവുന്ന കീമോതെറപ്പിക്ക് മുടി പൊഴിച്ചിൽ ഉണ്ടായില്ലെങ്കിൽ ഹി വിൽ ബി കൺസേൺഡ്. മരുന്ന് ആക്ട് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു കൺസേൺ വരും. അപ്പം സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ ക്യാൻസർ രോഗം വരാൻ ചാൻസ് ഉണ്ടോ? നമ്മുടെ ആഹാരക്രമവും ജീവിതചര്യയും ക്യാൻസറിനൊരു കോസറ്റീവ് ഫാക്ടർ തന്നെയാണ്. റെഡ് മീറ്റ് നമ്മൾ കാലങ്ങളായിട്ട് കേട്ടിട്ടുള്ളതാണ്. റെഡ് മീറ്റ് ഉദരസംബന്ധമായിട്ടുള്ള കോളറക്ടൽ ക്യാൻസറിന് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ നാരില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കൊണ്ടും ക്യാൻസർ വരാം. പിന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഡയറ്റിൽ ഫൈബർ കുറയുകയും ഫ്രൂട്ട്സ് കുറയുകയും വെജിറ്റബിൾസ് കുറയുകയും ചെയ്യുന്നതെല്ലാം ഒരു ക്യാൻസറിന് കാരണമാകാം. അതുപോലെ തന്നെ മദ്യപാനവും ഒരുപാട് വറുത്ത് കരിഞ്ഞ ഭക്ഷണങ്ങളുമൊക്കെ കഴിക്കുന്നത് അത്ര നല്ലതല്ല, റിസ്ക് ആണ്. അതുപോലെ തന്നെ ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളുണ്ട്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലും എൻഡോമെട്രിയം ആണെങ്കിലും ഓവറി ആണെങ്കിലും ഇതിനെല്ലാം ഒബീസിറ്റി റിലേറ്റഡ്, അതായത് പൊണ്ണത്തടി, അമിതവണ്ണം റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളാണ്. അപ്പോൾ പൊണ്ണത്തടി, അമിതവണ്ണം എന്ന് പറയുമ്പോൾ തന്നെ അത് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റാണ്. അപ്പോൾ നമ്മൾ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റും ഒക്കെ കഴിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ അമിതവണ്ണവും പൊണ്ണത്തടിയൊക്കെ വരുന്നത്. അപ്പം ഡയറ്റിന് ഡെഫിനറ്റായിട്ട് അതിനൊരു റോളുണ്ട് ക്യാൻസർ വരാൻ. അത് ഒരു പ്രിവെൻറ്റബിൾ കോസാണ്. ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഈറ്റ് ഗുഡ്, സ്ലീപ്പ് വെൽ, ഇതെല്ലാം എക്സസൈസ് വെനെവർ പോസിബിൾ, ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. ഡയറ്റിങ്ങിലൂടെ ക്യാൻസർ രോഗം കുറയ്ക്കാൻ സാധിക്കുമോ? ഡയറ്റിങ്ങിലൂടെ ക്യാൻസർ രോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പൊതുവേ കേൾക്കുന്ന ചില മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. സ്റ്റാർവിങ് അല്ലെ കീറ്റോ ഡയറ്റ് ഇതൊന്നും അങ്ങനെ എവിഡൻസുകളില്ല. അതുകൊണ്ട് ക്യാൻസർ കുറയുന്നു എന്നുള്ളത് എവിഡൻസ് ഒന്നുമില്ല. പൊതുവേ പറയുന്ന ഒരു തിയറി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർവ് ചെയ്യുമ്പോഴത്തേക്കിനും ക്യാൻസർ സെൽസിന് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല, അങ്ങനെ അത് നശിച്ചു പോകുന്നു. മിസ്കൺസെപ്റ്റ്സ് ആണ്. അങ്ങനെയല്ല. ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഹെൽത്തി ഡയറ്റ്, അതായത് ഹൈ ഫൈബർ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നല്ലതുപോലെ ഇതിൽ ഉൾപ്പെടുത്തി റെഡ് മീറ്റ് കുറച്ച് നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പലതരം ക്യാൻസേഴ്സ് ഉണ്ടല്ലോ, അപ്പം ഏറ്റവും കുറഞ്ഞ സർവൈവൽ റേറ്റ് ഉള്ള ക്യാൻസർ ഏതാണ്? ഏറ്റവും കൂടുതൽ സർവൈവലുള്ള ഏതിനാണെന്നല്ലേ വേണ്ട ചോദിക്കാൻ. ഓക്കെ, ഏറ്റവും കുറഞ്ഞ സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ നൈറ്റ്മെയറാണ്. അതായത് നമ്മുടെ ഒരു നൈറ്റ്മെയറാണ് ഇങ്ങനൊരു ഡയഗ്നോസായിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അങ്ങനെയുള്ള ക്യാൻസറുകളുണ്ട്. ലൈക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അനപ്ലാസ്റ്റിക് തൈറോയ്ഡ് കാർസിനോമ, അത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റേജ് 4 ആണ്. ഓക്കെ, അത് സ്റ്റേജ് 4ലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടുള്ളതൊരു ചിന്തിക്കാനാണെങ്കിൽ ബ്രെയിൻ സ്റ്റെം ഗ്ലയോമ എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോഴത്തേനും സംടൈംസ് വി മേ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡെത്ത് സെൻറ്റൻസ്. അതിന് റേഡിയേഷനാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. ബട്ട്
ഒരു 9 to 12 months സർവൈവൽ വി കൈൻഡ് ഓഫ് എക്സ്പെക്ട് ഓൺലി ദാറ്റ് മച്ച്. അതും ഒരു സർവൈവൽ കുറഞ്ഞ ഒരു ക്യാൻസറാണ്. പക്ഷേ നമ്മൾ റൊട്ടീനായിട്ട് ഇതെല്ലാം റെയറായിട്ടുള്ള ക്യാൻസറുകളാണ്. റൊട്ടീനായിട്ട് കാണുന്ന കുട്ടികളിൽ വരുന്ന ക്യാൻസറുകളൊക്കെ നല്ല സർവൈവലുള്ള ക്യാൻസറുകളാണ്. പൊതുവെ ബ്രെയിൻ സ്റ്റം ഗ്ലയോമ കൂടുതലായിട്ടും കുട്ടികളിലാണ് കാണുന്നതെങ്കിലും അതൊരു റെയർ എൻറ്റിറ്റിയാണ്. കുട്ടികളിലായിട്ട് കാണുന്ന പല ബ്ലാസ്റ്റോമകളും ഏവിങ് സാർക്കോമകളും എല്ലാം നല്ല പ്രോഗ്നോസിസ് ഉള്ള ക്യാൻസറുകളാണ്. ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു 100 വെറൈറ്റികളുണ്ട്. അതിൽ നല്ല വെറൈറ്റികളാണ് ബഹുഭൂരിപക്ഷവും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്യൂർ ചെയ്ത് നമ്മുടെ ഇടയിൽ ക്യാൻസർ ക്യൂർ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആളുകൾ കാണും. നമുക്കവർക്ക് ക്യാൻസർ സർവൈവർ, ക്യാൻസർ ആണോ വന്നവരാണോ അല്ലയോ എന്നുള്ളത് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാർ കാണും. സോ നല്ല പ്രോഗ്നോസിസ് ഉള്ള ഒരുപാട് ക്യാൻസറുകളുണ്ട്. പ്രോസ്റ്റേറ്റ് എയർലി സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്സ് ക്യാൻസർ, എൻഡോമെട്രിയം, ഇതെല്ലാം നല്ല പ്രോഗ്നോസിസ് ഉള്ള ക്യാൻസറുകളാണ്. പിന്നെ ഓഫ് ലേറ്റ് കുറച്ച് റെയറായിട്ടുള്ള ട്യൂമറുകളുണ്ട്. ഈ പറയുന്നത് പോലെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ക്യാൻസറുകൾ കാണാം. പിന്നെ നമ്മൾ ഏത് ക്യാൻസർ ആണെങ്കിലും കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലായിരിക്കാം. എന്നാലും ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അസുഖം കൺട്രോൾ ചെയ്ത് നല്ല ഒരു കാലത്തേക്ക്, പണ്ട് കാലത്താണ് ഒരു 20 വർഷം മുമ്പാണെങ്കിൽ 6 മാസം 1 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം പുതിയ മെഡിസിൻസും പുതിയ ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കുകളും, സർജറിയിൽ വന്ന പുതിയ ചേഞ്ചസ്, റേഡിയേഷനിൽ വന്ന ചേഞ്ചസ്, മെഡിക്കൽ ഓങ്കോളജിയിൽ ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് വന്നത് വെച്ച് നമുക്ക് അവരുടെ ലൈഫ് നല്ല രീതിയിൽ പ്രൊലോങ് ചെയ്യാം. അതും ഒരു ക്വാളിറ്റി ലൈഫ് നല്ല രീതിയിൽ പ്രൊലോങ് ചെയ്യാം. നമ്മളെന്താ പറയുക, ഇപ്പം ഷുഗറും BP ഒക്കെ വന്നവരും ഇവർ ഡയബറ്റീസിൽ നിന്നും ഹൈപ്പർ ടെൻഷനിൽ നിന്നും ഒന്നും ക്യൂർ ആകുന്നില്ല. അവരെല്ലാം അത് കൺട്രോൾ ചെയ്ത് ജീവിക്കുകയാണ് മുമ്പോട്ട്. അതുപോലെ തന്നെ ക്യാൻസർ ഇങ്ങനെ വന്നവരുടെ ഒരു 30% ആൾക്കാരെങ്കിലും അങ്ങനെയാണ്. അഡ്വാൻസ് സ്റ്റേജിൽ വന്നവർ നമുക്കിപ്പം ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉണ്ട്. റേഡിയേഷനിലാണെങ്കിലും സർജറിയിലാണെങ്കിലും കീമോതെറാപ്പിയിലാണെങ്കിലും അത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ സർവൈവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, സ്റ്റേജ് 4 ആണെങ്കിൽ കൂടി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ സർവൈവൽ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളതാണ്. അതായത് ക്യാൻസർ ഒരു സിംറ്റം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിനാണ് നമുക്ക് സ്ക്രീനിങ് പ്രോഗ്രാമുകളൊക്കെ ഉള്ളത്. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഞാൻ പറഞ്ഞു, കാർസിനോമ സ്തനാർബുദമാണ്, കാർസിനോമ ബ്രസ്റ്റ്. പിന്നെ ലങ് ക്യാൻസറുണ്ട്, വായിൽ വരുന്ന ക്യാൻസറുണ്ട്, ഗർഭാശയ ഗള ക്യാൻസർ, കാർസിനോമ യൂട്രൈൻ സർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസറുകൾക്ക് സ്ക്രീനിങ് വഴി ഡിറ്റക്റ്റ് ചെയ്ത് എയർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനും പറ്റും. കുറച്ച് ട്രീറ്റ്മെൻറ്റുകളും മതിയും താനും. നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരും. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ സ്ക്രീനിങ് മാമോഗ്രാമുണ്ട്, ഗർഭാശയകള ക്യാൻസറിനാണെങ്കിൽ HPV DNA ടെസ്റ്റിങ്ങുകളുണ്ട്, വിഷ്വൽ ഇൻസ്പെക്ഷനാണ് ഓറൽ ക്യാവിറ്റി ക്യാൻസറിന്. ഇത് 3 ICMR റെക്കമെൻഡഡ് ആണ്. ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ 40 വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകൾക്കും 2 വർഷത്തിലൊരിക്കലെങ്കിലും സ്ക്രീനിങ് മാമോഗ്രാം റെക്കമെൻഡഡ് ഇൻവെസ്റ്റിഗേഷനാണ്, അത് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ HPV DNA 30 വയസ്സിന് ശേഷം 30 മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് 5 വർഷത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ HPV DNA ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ 5 വർഷത്തിന് ശേഷം ചെയ്താൽ മതി. വായിൽ വരുന്ന ക്യാൻസറിനാണെങ്കിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ, ഒരു ഡോക്ടറിനെ കാണുക, സർജനെയോ ഒരു ഓങ്കോളജിസ്റ്റിനെയോ കാണുക, വിഷ്വൽ ഇൻസ്പെക്ഷൻ. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് സംശയാസ്പദമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ അവിടെ നിന്നൊരു ബയോപ്സി എടുത്ത് നോക്കും, അതുമാത്രമേ ഉള്ളൂ. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 3 ക്യാൻസറുകൾ, അതിനുള്ള സ്ക്രീനിങ് സ്ട്രാറ്റജീസും. പിന്നെ ഇന്ത്യ ഒരു ഹൈലി പോപ്പുലസ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. നമുക്ക് പല രീതിയിലുള്ള ആളുകളുണ്ട് ഇവിടെ. ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരും വളരെ പൂറായിട്ടുള്ള ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിനൊരു കോമൺ പോളിസി ബാക്കിയുള്ള ക്യാൻസറുകൾക്ക് ഉണ്ടാക്കാൻ പാടായിരിക്കും. പക്ഷേ വെസ്റ്റിൽ CA പ്രോസ്റ്റേറ്റ് ആണ്, വെസ്റ്റിലൊക്കെ അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ട്. അപ്പോൾ CA പ്രോസ്റ്റേറ്റ് ആണ്, കാർസിനോമ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ തന്നെ കേരളത്തിലത് ലങ് ക്യാൻസർ കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ കാർസിനോമ പ്രോസ്റ്റേറ്റ് ആണ്. അതിന് സ്ക്രീനിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. എല്ലാവർക്കും ചെയ്യണമെന്ന റെക്കമെൻഡേഷൻ ഇല്ല.
ഫാമിലിയിൽ ആർക്കെങ്കിലും മുമ്പേ ചോദിച്ചതുപോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് പിതാവിനോ സഹോദരനോ ഉള്ള ആളാണെങ്കിൽ 50 വയസ്സിന് ശേഷം ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ PSA എന്ന് പറയുന്ന ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റും ചെയ്യാൻ റെക്കമെൻഡേഷനുണ്ട്. അത് വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. PSA കൂടുവാണെങ്കിൽ മാത്രം ഫർദർ ടെസ്റ്റിലേക്ക് MRI ബയോപ്സി ലെവലിലേക്ക് പോയാൽ മതി. സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ് അതായത് കസിൻസോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കാണ് 2 or 3 പേര് ഫാമിലിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ സ്ക്രീനിങ് ചെയ്യാം. CA പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ. കോളൺ ആണെങ്കിൽ 45 വയസ്സിന് ശേഷം എല്ലാ വർഷവും ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞ് മലം പരിശോധിച്ച് നോക്കുക. അതിൻ്റെ അകത്ത് ഒക്കൾട്ടായിട്ടുള്ള രക്തം എന്തെങ്കിലും ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോഴത്തേക്കിനും ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് വൻകുടലിലോ രക്തത്തിലോ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഉള്ളതാണെങ്കിൽ കാർസിനോമ ലങ്ങിന് ഇപ്പോഴും ഒരു പുരുഷന്മാരിൽ കാണുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. ലോകത്തിൽ തന്നെ പുരുഷന്മാരിൽ കാണുന്ന മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. പക്ഷേ അതിനൊരു പോളിസി ഇല്ല. കാരണം അതിനുള്ള സ്ക്രീനിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ലോ ഡോസ് CT സ്കാനാണ്. അതിന് ടെക്നിക്കൽ ഇഷ്യൂസും ഒരുപാട് ഫോൾസ് പോസിറ്റീവ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ആസ് ഓഫ് നോ അങ്ങനെ റെക്കമെൻഡേഷനിലൊന്നും വന്നിട്ടില്ല. അതെ. പിന്നെ ഗർഭാശയകള ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഉള്ളത് ഓവറി, അതിനും അങ്ങനെ റെക്കമെൻഡേഷനൊന്നുമില്ല. ഫാമിലി ഹിസ്റ്ററി അല്ല പ്രൂവൺ മ്യൂട്ടേഷൻ ഉള്ളവർക്കാണെങ്കിൽ CA-125 അൾട്രാസൗണ്ട് അബ്ഡമനൊക്കെ ചെയ്ത് നോക്കാം. കോമൺ ആയിട്ട് കാണുന്ന 3 ക്യാൻസറുകൾക്കാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്ക്രീനിങ് മെത്തഡോളജി ഉള്ളത്. അപ്പോൾ സ്ക്രീനിങ് വഴി ഡിറ്റക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ക്യാൻസർ വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയും നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.